നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ വൻതോതിൽ വിവരങ്ങൾ മറച്ചുവെച്ച നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ബാംഗ്ലൂരിലെ സ്വന്തം സ്വത്ത് മറച്ചുവെച്ച് ബാംഗ്ലൂർ കൊറമംഗലം 3-ാം ബ്ലോക്കിലെ 408-ാം നമ്പർ വസതി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥയിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഫോറൻ നമ്പർ 26 സത്യവാങ്മൂലത്തിൽ ഈ വസ്തുതകളെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. നികുതി രേഖകൾ തെളിവ് ഈ വസ്തുവിൻ്റെ നികുതി ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ തന്നെയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. 2026 മാർച്ച് 17-ന്, അതായത് സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് വെറും 3 ദിവസം മുമ്പ് മാത്രം അദ്ദേഹം നികുതി അടച്ചിട്ടുണ്ട്. 5 ലക്ഷത്തിലധികം വരുന്ന രൂപയുടെ നികുതി അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ നികുതി രസീതുകൾ പരിശോധിച്ചാലും ഉടമസ്ഥാവകാശം വ്യക്തമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ വൈരുദ്ധ്യം 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഇതേ വീട് തൻ്റെ താമസ സ്ഥലമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്നും ഇത് സ്വന്തം ആസ്തിയായി കാണിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിൽ അവതരിപ്പിക്കുന്നത് വോട്ടർമാരെ കബളിപ്പിക്കലാണ്. ജനപ്രതിനിധി നിയമത്തിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 സെക്ഷൻ 125A പ്രകാരം ഇത് ശിക്ഷാർഹമായ കുറ്റമാണ്. സ്വത്ത് വിവരങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുന്ന നടപടി വഴി സത്യവാങ്മൂലത്തിലെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നിയമവിരുദ്ധമായ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെടുന്നു. ജനാധിപത്യ പ്രക്രിയ സുതാര്യമായിരിക്കണമെന്നും വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയുവാൻ അവകാശമുണ്ട്. ഇതിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എൻ്റെ ഏജൻ്റായി ഈ സ്കൂട്ടനിയിൽ പങ്കെടുത്തത് അഡ്വക്കേറ്റ് ജയൽകുമാറും RP ശിവജിയുമാണ്. രണ്ടുപേരും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നയിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ദേശീയ ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇത് കൂടാതെ തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പുറത്തു വന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്തിയെ സംബന്ധിച്ചിടത്തോളം ഡിക്ലെയർ ചെയ്തതും ഡിക്ലെയർ ചെയ്യാത്തതും രഹസ്യമായി വച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഏജൻസി അന്വേഷണം നടത്തേണ്ടതാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് മറച്ചു വച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ നിയമമണ്ഡലത്തിൽ ഒഴുക്കി കഴിഞ്ഞിരിക്കുകയാണ്. BJPയുടെ പ്രവർത്തകർക്കും അല്ലാത്തവർക്കും പണം കൊടുക്കുകയാണ്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടാനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയപരമായി നേരിടുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബോധപൂർവം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഇവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത അവസരത്തിൽ, അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള അവസരം കൊടുത്ത അവസരത്തിൽ എൻ്റെ ഏജന്റുമാർ വളരെ ശക്തിയായി തന്നെ അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് രേഖാമൂലം എഴുതി കൊടുക്കണമെന്നില്ലല്ലോ, ശക്തിയായി അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാനും ആവശ്യപ്പെടുകയാണല്ലോ. അതിന് മുമ്പ് സാധിക്കും. ചിലപ്പം വിധി വരുന്നത്
അത്രമാത്രം കോടതിക്ക് ബോധ്യപ്പെടുന്ന വിധിയാണ്, കേസാണെങ്കിൽ ഈ റിട്ടേണിംഗ് ഓഫീസർ എടുത്തിട്ടുള്ള തീരുമാനത്തെ തള്ളിക്കളയല്ലോ. തിരുവനന്തപുരത്ത് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ആളുകൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UP എന്നൊക്കെ വരുന്നുണ്ട്, ഈ അഘോരിമാരെന്നൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അഘോരികൾ അവരുടെ മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ആരും എതിരില്ല. അവർക്ക് ചില സംരക്ഷണങ്ങളുണ്ട് അഘോരികൾക്ക്. ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളിൽ പൂജയ്ക്കോ അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പങ്കെടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് മതപരമായി ബന്ധമുള്ള ആൾക്കാരാണ് ഈ അഘോരികൾ എന്ന് പറയുന്നത്. അത് അവർ വന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുകയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് എതിരാണ്. ഇന്ന് തന്നെ ഞാൻ വീട് വീടാന്തരം കയറിയുള്ള ക്യാമ്പയിൻ നടത്തിയ അവസരത്തിൽ സംസാരിച്ചവരെല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചോദിക്കാൻ പറയും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പറയും. അവരെല്ലാം ചോദിക്കുന്നത് ഇതാണ്, ഇനി ഞങ്ങളെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വരുമോ എന്നാണ് അവർ ഭയന്നിരിക്കുന്നത്. കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാണല്ലോ. അപ്പോൾ ഒരു കാരണവശാലും ഇവർ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ കയറാൻ പാടില്ല. വോട്ട് പിടിക്കാൻ പോയതിന് തെറ്റാണ്. അത് മതം തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് തത്വങ്ങൾക്ക് എതിരാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതിനെതിരായിട്ടുള്ള കേസ് കൊടുക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇതിലൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു രീതി ഇല്ലല്ലോ. നമുക്ക് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു സംഗതി സംബന്ധിച്ചിടത്തോളം ആൾക്കാരെല്ലാം TV യിലും എല്ലാം കണ്ടപ്പോഴാണ് പുതിയ ചില അവതാരങ്ങളൊന്നും ഇറങ്ങിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ ഇല്ലാത്തവരാണല്ലോ എന്നുള്ള നിലയിൽ അവർ കണ്ടത്. ഇത്രയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അങ്ങ് തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾക്ക് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് തിരഞ്ഞെടുപ്പിൽ ഇറക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ ചെലവഴിക്കേണ്ട കാശിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സ്ഥാനാർത്ഥികൾക്ക് ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് ഏതാണ്ടൊരു 100 വാഹനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വരികയാണെന്നുള്ളവരാണ്. എനിക്ക് സംസ്ഥാന RTOയോടും ട്രാൻസ്പോർട്ടിലെ ബന്ധപ്പെട്ടവരോടും പറയാനുള്ളത്, അതെല്ലാം നിയമാനുസരണമുള്ള വാഹനങ്ങളാണോ എന്ന് സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന ആവശ്യമാണ്. ചന്ദ്രശേഖർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്, ആ വീട് അദ്ദേഹത്തിൻ്റെ പേരിലല്ല, പാർട്ണർഷിപ്പ് കമ്പനിയുടെ വീടാണ്, അതിൽ പാർട്ട്ണർ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇങ്ങനൊരു കാര്യമുണ്ടെന്നും ഞാനിതിൻ്റെ പാർട്ട്ണറാണെന്നും എഴുതി വയ്ക്കണ്ടേ രോഷപാർത്ത്? ഒരു വസ്തുത രഹസ്യമായിട്ട് വയ്ക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഞാനതിൽ പാർട്ട്ണറാണെന്നുള്ള കാര്യം രഹസ്യമായിട്ട് വയ്ക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയട്ടെ, ഇനി ഇന്ത്യയിൽ എത്ര കമ്പനികളുടെ ചെയർമാനാണ് ഞാൻ, അതിൽ എത്ര കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് എനിക്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കട്ടെ. അഘോരിമാർ താൻ അറിയുന്നവരല്ല, വഴിയിൽ വെച്ച് കണ്ടതാണ്, BJP ആണോ എന്ന് ചോദിച്ചു, ഡീസൽ പൈസ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വഴിയെ ഒരു വസ്ത്രമില്ലാത്ത പോകുന്നവരെ കയറ്റി BJP കൺവെൻഷനിൽ കയറ്റിയിരുത്തോടെ. യോഗി പറഞ്ഞിട്ട് വന്നതാണ് അവർ ഇന്നലെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അല്ല, രാജീവ് ചന്ദ്രശേഖരന് ഈ എന്താ അഘോരികൾ അനുഗ്രഹിച്ചല്ലോ. അങ്ങനെ അഘോരികളുടെ കയ്യിലൊന്നും ഇവിടെ വോട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്.
ഇത് ആരെങ്കിലും കയറി ചെറുക്കണം, അതിൻ്റെ പേരിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആരും ചെറുക്കാൻ വേണ്ടി പോയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.